നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കർണാടകയിലെ അംകോലയിൽ അപകടത്തിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിവസവും വിഫലമാണ്. ആർമിയുടെ പരിശോധനയ്ക്കൊടുവിലും ശുഭകരമായ സൂചനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മണ്ണിനടിയിൽ അർജുനോ വാഹനമോ ഇല്ല എന്നാണ് അവരുടെ സ്ഥിരീകരണം. ഇനിയിപ്പോൾ പുഴയിൽ തെരച്ചിൽ നടത്തണം. എവിടെ എങ്ങനെ പരിശോധിച്ചാൽ തപ്പിയാൽ കണ്ടെത്താൻ കഴിയുമെന്ന അനിശ്ചിതത്വം ഇപ്പോഴും അവിടെയുണ്ട്. നമുക്കെന്തുകൊണ്ടാണ് ഈ പുതിയ കാലത്തും ഇത്തരമൊരു ദുരന്തത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചിട്ടും അർജുനെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? എന്തൊക്കെ സാധ്യതകളിലേക്കാണ് ഇനി അന്വേഷണ സംഘം, തെരച്ചിൽ സംഘം നീങ്ങേണ്ടത്? എത്ര കഠിനമായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്നും സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ഡോക്ടർ മോഹനൻ പിള്ള, മുൻ ആർമി ഓഫീസർ, ബ്രിഗേഡിയർ. ശ്രീ സ്വപ്നൻ അർജുൻ്റെ അയൽവാസി, VR അനൂപ്, കോൺഗ്രസ് നേതാവ്. സുനിൽ ഐസക് ഞങ്ങളുടെ അവിടെ നിന്നുള്ള റിപ്പോർട്ടർ ചേരുന്നു. ആദ്യം സുനിൽ ഐസക്കിലേക്കാണ്. സുനിൽ, എന്താണ് ഇന്നത്തെ ഒരു ചിത്രം അവിടെ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? നിഷാദ്, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാം. ഞാൻ ചോദിക്കുന്നത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? എൻ്റെ ഇന്നത്തെ ഒരു സമഗ്ര വിവരം എന്താണ്? ഇന്നത്തെ ഒരു ചിത്രം എന്താണ്? നിഷാദ്, 7ാം ദിവസം എന്ന് പറയുന്നത് തെരച്ചിലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു. അതായത് ഈ കുടുംബവും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും രക്ഷാദൌത്യത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗവും ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതായത് ഈ റോഡിന് അരികിലേക്ക് ഇടിഞ്ഞു വീണ് കിടക്കുന്ന ആ പാർക്കിംഗ് ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ആ മൺകൂനയ്ക്കുള്ളിൽ തന്നെ ഈ വാഹനമുണ്ട്, അർജുൻ അതിനുള്ളിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇന്നത്തെ തെരച്ചിൽ നടന്നത്. ഇന്നത്തെ തെരച്ചിൽ കുറെ കൂടി ശാസ്ത്രീയമായ ഒരു തെരച്ചിലാണ് നടന്നത്. അതായത് 8 മീറ്റർ വരെ ആഴത്തിലുള്ള ഈ മെറ്റൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് നടന്നത്. പ്രധാനമായും നേരത്തെ ഈ ബന്ധുക്കളൊക്കെ പറഞ്ഞ, അതായത് ഈ അർജുൻ ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് പ്രധാനമായും, തെരച്ചിലാണ് ഇന്ന് പ്രധാനമായും നടന്നത്. അതായത് അവിടെ ഏതാണ്ട് ഉച്ച ആകുമ്പോഴേക്കും ഈ മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് 2 സിഗ്നലുകൾ ലഭിച്ചു. അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പൂർണ്ണമായി അത് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ലോക സാന്നിധ്യം എന്തിൻ്റെതായാലും, ഏത് തരത്തിലുള്ള ലോക സാന്നിധ്യം ഉണ്ടായാലും അത് ഈ മെറ്റൽ ഡിറ്റക്ടറിൽ അത് ഡിറ്റക്ട് ചെയ്യും, അത് കൃത്യമായിട്ട്. അതുകൊണ്ട് സ്വാഭാവികമായും അതിൽ ആ ലോറിയുടെ തന്നെ ഉറപ്പിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് പ്രധാനമായും നടന്നത്. അവിടെ ആ 2 ഇടങ്ങൾ സ്പോട്ട് ചെയ്തു. അതിനുശേഷം അവിടെ കൃത്യമായി ആഴത്തിൽ തന്നെ മണ്ണെടുത്ത് പരിശോധന നടത്തി. പക്ഷെ നിരാശയായിരുന്നു ഫലം. അവിടെ എന്തെങ്കിലും തരത്തിൽ ലോറിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം. അതിനുശേഷം സ്ഥലം MLA അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിനാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരു ഏകോപന ചുമതല നൽകിയിരിക്കുന്നത്, സതീഷ് സെയിൻ. അദ്ദേഹം അവിടെ സ്ഥലത്തെത്തി. അദ്ദേഹം അവിടെ ഈ ഉദ്യോഗസ്ഥരുമായിട്ട്, ആർമിയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. ഒടുവിൽ ഒരു നിഗമനത്തിലെത്തുകയാണ്. അതായത് കരയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂനയ്ക്കുള്ളിൽ ഈ വാഹനമില്ല എന്ന കാര്യത്തിൽ ഏകദേശം അത്തരമൊരു ഉറപ്പിലേക്ക്, ഒരു ഫൈനൽ നിഗമനത്തിലേക്ക് ഇന്ന് എത്തി എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു തെരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യം ഇന്നലെ തന്നെ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ തന്നെയായിരുന്നു ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ഈ കരയിലെ പരിശോധന ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. ഏതാണ്ട് 6:30 അവിടുത്തെ പരിശോധന ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചു. ഇനി കരയിൽ തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക്, അത്തരമൊരു നിഗമനത്തിലേക്ക് ഇന്ന് ഈ തെരച്ചിൽ ദൌത്യ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി സ്വാഭാവികമായും വരുന്നൊരു ചോദ്യം, പിന്നെ ഈ വാഹനം എവിടെ പോയി എന്നതാണ്. സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് അത് പുഴയിലേക്ക് വീണിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് നാളെ മുതൽ കടക്കാനിരിക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, സൈന്യം ഇന്ന് മടങ്ങുന്നു എന്നതാണ്. കാരണം 2 ദിവസത്തെ ദൌത്യത്തിനായിട്ടാണ് ഒരു 60 അംഗ കരസേനയുടെ സംഘം എത്തിയിരുന്നത്. ആ സംഘം ഇന്ന് മടങ്ങിയിരിക്കുന്നു. ഇനി നാളെ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുക. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് സുനിൽ? കാരണം ഇപ്പോൾ ഇത്രയും ദിവസം ഇവിടെ തെരച്ചിൽ നടത്തി, അത് തന്നെ വലിയ ടാസ്ക് ആയിരുന്നു. പുഴയിൽ തപ്പുക എന്ന് പറയുന്നത് എന്തുമാത്രം വലിയ ടാസ്ക് ആയിരിക്കും? അത് എന്തുമാത്രം ഹോപ്പ്ഫുള്ളാണ്? തീർച്ചയായിട്ടും അതാണ് ഇത്രനാളും കരയിൽ തെരച്ചിൽ നടത്തിയതുപോലെ
ആയിരിക്കില്ല പുഴയിലെ ഇനിയുള്ള തെരച്ചിൽ എന്ന് പറയുന്നത്. അത് വലിയ ദുഷ്കരമായ തെരച്ചിൽ തന്നെയാണ്. കാരണം ആ പുഴയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 250 മുതൽ 300 വരെ മീറ്റർ വീതിയിൽ ഒഴുകുന്ന വലിയൊരു പുഴയാണ് ഈ ഗംഗാവലി എന്ന് പറയുന്ന പുഴ. ആ പുഴയുടെ ആഴം എന്ന് പറയുന്നത് 20 മുതൽ 25 അടി വരെ താഴ്ചയിൽ ആഴമുള്ള വലിയ കുത്തൊഴുക്കുള്ള പുഴയാണത്. ആ പുഴയിൽ പക്ഷേ ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഇടിഞ്ഞു വീണിട്ടുള്ള മണ്ണ് അത് ഈ പുഴയിലേക്ക് വന്ന് വീണിട്ടുണ്ട്. ആ പുഴയിലേക്ക് വന്ന് വീണ് ഏതാണ്ട് ഈ പുഴയുടെ നിരപ്പിന് മുകളിൽ, അതായത് ജലനിരപ്പിന് മുകളിലേക്ക് ഈ മണ്ണ് കൂന കൂടി കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതായത് ഒരു 20-25 അടി ഉയരത്തിൽ മണ്ണും കല്ലുമൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഈ വാഹനം പെട്ടുപോയിട്ടുണ്ടോ എന്നതാണ് ഇനിയുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിന് ഒരു ശാസ്ത്രീയമായ അന്വേഷണം നടത്തുമെന്നാണ് ഇന്ന് സ്ഥലം MLA നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മെറ്റൽ ഡിറ്റക്ടർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പരിശോധന നടത്തും. അതായത് ജലത്തിലും കൂടി പരിശോധന നടത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനത്തിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ പുഴയുടെ ഈ മണ്ണ് കൂടിക്കിടക്കുന്ന കൂനയുടെ ഭാഗത്തായിട്ട് പരിശോധന നടത്തും എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. അതായത് നിലവിൽ ഇന്നുണ്ടായ പോലുള്ള സംഭവങ്ങൾ അവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൺകൂനയ്ക്കുള്ളിലും ഒരുപാട് ലോഹ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല തരത്തിലുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായും ഈ ഡിറ്റക്ടറിൽ ഡിറ്റക്ട് ചെയ്യുക തന്നെ ചെയ്യും. അത് അടയാളപ്പെടുത്തും, അതിന്റെ സിഗ്നലുകൾ ലഭിക്കും. അത്തരം ലഭിക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്പോട്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരു 16 അടി താഴ്ചയിൽ ആഴത്തിൽ തുരന്ന് പരിശോധിക്കാൻ പറ്റുന്ന, അതായത് ചൂഴ്ന്ന് പരിശോധിക്കാൻ കഴിയുന്ന യന്ത്രം ഉപയോഗിച്ച് അവിടെ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ JCB പോലെ തന്നെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അതിന് പക്ഷേ അതിന്റെ ആഴത്തിലേക്ക്, അതായത് ഏതാണ്ട് ഒരു 18 അടി ആഴത്തിൽ വരെ അതിന്റെ കൈ ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയും. അത്തരം യന്ത്രം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഔദ്യോഗികമായ വിസ്തീർണം. പക്ഷെ അങ്ങനെ വരുമ്പോഴും പ്രശ്നമുണ്ട്. കാരണം അതിശക്തമായ കുത്തൊഴുക്കുള്ള പുഴയാണ്. ആ പുഴയിൽ ഈ യന്ത്രം ഉപയോഗിച്ചുള്ള ഈ പരിശോധന അത്രമേൽ ആയാസകരമായ ഒരു പരിശോധനയാണ് ആയിരിക്കും നടത്തേണ്ടി വരുന്നത്. കാരണം ഈ പുഴയിൽ എങ്ങനെ, അതായത് ഇത് കൊണ്ടുപോകാൻ ഈ യന്ത്രം കൊണ്ടുപോകേണ്ടതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ എത്തിക്കണം. അത്തരം ഈ ജങ്ക് പോലെയുള്ള സാധനങ്ങൾ, അത്തരം സാധനങ്ങൾ അവിടെ എത്തിച്ച് അതിന് മുകളിൽ കയറ്റി വേണം ഈ JCB ഈ പുഴയുടെ നടുഭാഗത്തേക്ക് എത്തിക്കാൻ. അതിൽ വെച്ച് വേണം ഇത് അവിടെ പരിശോധന നടത്താൻ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുഴ ഇപ്പോഴും ഇങ്ങനെ കലങ്ങി വലിയ ആഴത്തിൽ കുത്തൊലിച്ചൊഴുകുന്ന പുഴയാണ്. ആ പുഴയിൽ അവിടെ നിർത്തി ഇത് പരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അത് മാത്രമല്ല കാലാവസ്ഥയും വലിയ പ്രശ്നമാണ്. ഇവിടെ ഇടവിട്ട് മഴ പെയ്യുകയാണ്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കാറ്റ് വീശുന്നുണ്ട്. ഇന്നൊക്കെ നാവികസേനയുടെ തെരച്ചിലൊക്കെ പല ഘട്ടത്തിലും നിർത്തിപ്പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായി. കാരണം അത്ര വലിയ മഴ പെയ്യുന്നു, അതിശക്തമായ കാറ്റ് വീശുന്നു. ആ സമയത്ത് പുഴയിൽ ജലനിരപ്പ് കൂടുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രതികൂലമായ കാലാവസ്ഥയുമുണ്ട്. ആ കാലാവസ്ഥയും ഒപ്പം ഈ പുഴയിലെ കുത്തൊഴുക്കിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വേണം പുഴയിൽ പരിശോധന നടത്താൻ. കരയിലെ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത് പോലെ അല്ല. വലിയ ദുഷ്കരമായ ഒരു തെരച്ചിൽ ദൌത്യമാണ് നാളെ മുതൽ ആരംഭിക്കുക. ശരി, സുനിൽ ഐസക്കാണ് ആ സ്പോട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഈ കരയിലെ പരിശോധന നടത്തി കരയിൽ ഈ വാഹനമില്ല എന്നിപ്പോൾ ആർമി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി പുഴയിൽ തെരച്ചിൽ നടത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യം. പക്ഷെ അതത്ര എളുപ്പമായിരിക്കില്ല എന്നതാണ്. എൻ്റെ കൂടെ ഡോക്ടർ മോഹനൻ പിള്ള, മുൻ ആർമി ഓഫീസറുണ്ട്. ഡോക്ടർ മോഹനൻ പിള്ള, പട്ടാളത്തെ വിളിക്കൂ എന്നതായിരുന്നു എല്ലാവരുടെയും വലിയ മുറവിളി. പട്ടാളം വന്നു, പരിശോധന നടത്തി പോകുന്നു. പട്ടാളത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞോ? നിഷാദ്, ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ് ആണ് ഇന്നത്തെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പട്ടാളത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും പട്ടാളം തന്നെയാണല്ലോ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പട്ടാളത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമിയെ വിളിക്കുക ആയിരിക്കും നിഷാദും അതുപോലെ തന്നെ പബ്ലിക്കും ഉദ്ദേശിച്ചത്. ആർമി വന്നു, അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഉള്ളൊരു വിമർശനം, അവർ ആയുധങ്ങളൊന്നും ഇല്ലാതെ വന്നു, അവരിവിടെ യുദ്ധം ചെയ്യാനായിട്ട് വന്നതല്ല. രണ്ടാമത് ആർമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ടാസ്ക് കൊടുത്തു കാണും. ആ ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കാണും, ഇതുപോലെ വണ്ടി റോഡിൽ മണ്ണ് മൂടിക്കിടക്കുന്ന, വളരെയധികം ഹെവിയായിട്ട് മണ്ണ് മൂടിക്കിടക്കുന്നു, അങ്ങനെ ആയിരിക്കും ടാസ്ക് കൊടുത്തത്. ആ ഡിസ്ക്രിപ്ഷൻ അവർ ഇന്നലെ വന്നു, ഇന്നലെയും
ഇന്നുമായിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് കൊടുത്തിരിക്കുന്ന എക്സാക്ട് ടാസ്ക് എന്താണോ, അവിടെ മെഷീനറി സെപ്പറേറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് ഡിറ്റക്ടിങ് ഇതായിരുന്നു, മെറ്റൽ ഡിറ്റക്ടർ ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് അവർ കൊണ്ടുവരികയും ചെയ്തു. ഇന്നാണ് കൊണ്ടുവന്നത്, അത് കറക്റ്റാണ്. പക്ഷേ അവർ അത്രയും ഡെബ്രി മാറ്റിയതിന് ശേഷം അവരുടെ ടാസ്ക്, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി. അവർ തിരിച്ചു പോകുന്നു. ഇനിയും ചെയ്യേണ്ടത് ബാക്കിയുള്ളത് നേവിയാണ്. അതായത് വെള്ളത്തിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണോ അത് ചെയ്യേണ്ടത് നേവിയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക്. പക്ഷേ ഇതിനകത്ത് കാണേണ്ടത് ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. അതായത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ 7 ദിവസത്തിനകം ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തീരേണ്ട ഒരു ശരിക്കുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ് ഇന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ തീർന്നിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ ആർമി വന്നു, അവർക്ക് കൊടുത്ത ആ ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. അത് ഞാൻ അറിഞ്ഞത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിൻ്റെ ഗ്രൂപ്പായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ എഞ്ചിനീയേഴ്സിൻ്റെ 3 പേര്, ടെക്നിക്കൽ എക്സ്പേർട്സ് 3 പേര് വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഇതുമായിട്ട് മറ്റുള്ളത് ഇൻഫൻട്രിയുടെ ആൾക്കാരായിരുന്നു. ഓഫ് കോഴ്സ് വാട്ടെവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ വന്ന് അവരെ ഡെബ്രി മാറ്റി തിരിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് ആ ആംഗിളിൽ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇനിയും ചെയ്യേണ്ടത് കംപ്ലീറ്റ് നേവിയാണ്. നേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർവാർ, കൊച്ചിയിലെ മാതിരിയുള്ള ഒരു നേവൽ ബേസാണ് കാർവാർ നേവൽ ബേസ് എന്ന് പറയുന്നതും. അത്രയും വലുതല്ലെങ്കിൽ പോലും നേവി അത്രയും അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ ഇൻസിഡൻറ്റ് സൈറ്റിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് അപ്രോച്ച് ഉണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നിടത്ത് ഈ എക്യുപ്മെൻറ്റ്സ് എത്തിപ്പെടാൻ തന്നെ പ്രയാസമാണ്. ആ കാര്യത്തിലും വളരെയധികം പ്ലസ് പോയിന്റ് ഉണ്ട് ഈ ഒരു പോയിന്റിൽ. പക്ഷേ ഇവിടെ നടന്ന സംഭവം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ഈ 3-4 ദിവസത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊരു നാഥനില്ല കളരി എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അതായത് ആദ്യത്തെ ദിവസം ഈ മീഡിയ ഇന്റർഫിയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്നുമേ അവിടെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം 1-2 JCB മാത്രം വെച്ച് എന്തൊക്കെയോ മണ്ണ്, അതായത് റോഡ് ക്ലിയറൻസ് ചെയ്യുന്ന, സാധാരണ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായ റോഡ് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസിഡൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബഹളം വെച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ അത് കുറച്ചുകൂടി ആക്ഷനിലോട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഒരു 25 to 30 അല്ലെങ്കിൽ 30-35 JCBയും കാര്യങ്ങളും വെച്ച് ഫസ്റ്റ് ഡേയിൽ തന്നെ അല്ല സെക്കൻഡ് ഡേയിൽ തന്നെ ടാസ്ക് 1 കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഫസ്റ്റ് ടാസ്ക്, അതായത് കരയിലില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. ഇതിപ്പോൾ 7 ദിവസം കഴിഞ്ഞാണ് ഉറപ്പുവരുത്തിയത്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. രണ്ടാമത് നമുക്ക് എല്ലാവർക്കും പബ്ലിക് ഒരു ഒപ്പീനിയൻ ഉണ്ട്. കാര്യം എല്ലാം വഴിമുട്ടി കഴിയുമ്പോൾ അവസാനം മിലിറ്ററി വന്ന് ക്ലിയർ ആക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. ആ വിശ്വാസം, അതായത് ഇന്ന് വന്നപ്പോൾ അവരത് കാണിച്ചില്ല, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്തെടുത്ത് വണ്ടിയില്ല. അപ്പോൾ വണ്ടി അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ അവർക്ക് കൊടുത്ത ടാസ്ക് എന്താണോ അതത്രയും ചെയ്തു. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കൂടെ കാണേണ്ടത്, സ്റ്റേറ്റ് കേരളവും നമ്മൾ എല്ലായ്പ്പോഴും ഈ ഒരു ഇൻസിഡൻറ്റിനെ കാണുന്നത് കേരളത്തിലെ ഡിസാസ്റ്റർ സിസ്റ്റവും അതുപോലെ തന്നെ കർണാടകത്തിലെ ഡിസാസ്റ്റർ സിസ്റ്റവുമായിട്ടാണ്. കേരളത്തിലാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ ആംഗിളിലാണ് അവരെ വീക്ഷിക്കുന്നത്. കർണാടകത്തിൽ ഒരു സിസ്റ്റം ഇല്ല നിഷാദെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക, ചീഫ് മിനിസ്റ്ററും അവരുടെ കീഴിൽ എത്രയൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ടോ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ ഡയറക്ടേഴ്സും എക്സ് ഒഫീഷ്യോയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ, അതായത് ജില്ലയിലെ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇൻചാർജും ആക്കി വെച്ചതിന് ശേഷം അതിനകത്ത് വളരെ ക്ലിയറായിട്ട് എന്ത് ചെയ്യണം, അവർക്കൊരു ഈ നദിയുടെ ഒരു മാപ്പിംഗ് നടത്തിയിട്ടുണ്ടോ, അതിനെത്ര ഡെപ്ത് ഉണ്ട്, അവർക്ക് യാതൊന്നും ഒരു ടോട്ടലി ക്ലൂലെസ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ അവിടുത്തെ ഇത് തന്നു. രണ്ടാമത് അവർക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഈഗോ ക്ലാഷ് അതിനകത്തുണ്ടായി എന്നുള്ളതാണ്. കാരണം ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, ആദ്യത്തെ ദിവസം തന്നെ അവിടുത്തെ കളക്ടർ പറഞ്ഞത് നദിയിലോട്ട് ഒഴുകിപ്പോകാനാണ് സാധ്യത എന്ന് പറഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ബെൻസിൻ്റെ ഓണറും അതുപോലെ തന്നെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് ഇത് കരയിൽ തന്നെ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GPS കിട്ടി, GPS വഴി സിഗ്നൽ കിട്ടി, അതുപോലെ തന്നെ ട്രക്ക് ഓണായിരുന്നു, അത് സ്റ്റാർട്ടിംഗ് മോഡിലായിരുന്നു, അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയുക ടെലിഫോൺ റിങ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ കൂടുതൽ സ്റ്റിക്ക് ചെയ്ത് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് നിന്നപ്പോൾ, ഓക്കെ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങളങ്ങ് പണി ചെയ്ത് തന്നേക്കാം, നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതിയിൽ ഇത്രയും ദിവസം അവർ ആ ഒരു രീതിയിലോട്ട് വന്നു എന്നാണ്, സർക്കാസ്റ്റിക് വേയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇല്ല എങ്കിൽ അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ലാക്കിംഗ് ആണ്. ഈ ഇനിഷ്യേറ്റീവ് വന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ലായിരുന്നു. അത് ഇങ്ങനെ ആ ഒരു രീതിയിലോട്ട് ഇത് വന്നു. പിന്നെ ഇതിനകത്ത് വരേണ്ട ഏറ്റവും വലിയ ലാക്സിറ്റി വന്നിരിക്കുന്നത്, നമ്മൾ എല്ലാവരെയും ബ്ലെയിം ചെയ്യുന്നു,
ഒറ്റ ഒരു കാര്യം, ഇൻ ഫ്യൂച്ചർ ഓൾസോ ഈ നാഷണൽ ഹൈവേ നമ്മളെല്ലാവരും എന്തായാലും ആ റോഡിൽ ടോൾ ഉണ്ടാവും. ടോൾ കൊടുത്താണ് പോകുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള റോഡിൽ കൊങ്കൺ പാതകളിലൊക്കെ നമ്മൾ കാണുന്നത് അതിൻ്റെ സൈഡ് കംപ്ലീറ്റ് സൈഡ് വാൾ നെറ്റിട്ടോ അല്ലാതെയോ സംരക്ഷിക്കും. കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വാർണിംഗ് എങ്കിലും കൊടുക്കും, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന്. നമ്മൾ ശരിക്കും ആ സ്ഥലമൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അവിടെയുള്ള പ്രശ്നം എന്താണ്? കാരണം ഒരു പ്രൊട്ടക്ഷനും ഇല്ല സൈഡ് വാളിന് പ്രൊട്ടക്ഷൻ ഇല്ലാത്തിടത്തോളം കാലം ഇത് വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവിടെയുള്ള ലോക്കൽസ്, അത് ഒരു മീഡിയയിൽ പറഞ്ഞു, അത് ഹിന്ദി മീഡിയയിലാണ് പറഞ്ഞത്, അവിടെയുള്ള ലോക്കൽസ് നേരത്തെ തന്നെ പറഞ്ഞു അശാസ്ത്രീയമായിട്ടാണ് അതിൽ ഉണ്ടായിട്ടുള്ള ഹൈവേ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അശാസ്ത്രീയമായിട്ടുള്ള സ്ഥലത്ത് ഒരു ടീ ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊക്കെ അവരൊരു വാർണിംഗ് ബോർഡെങ്കിലും വെക്കേണ്ടതായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് തുടക്കത്തിൽ ഒരു അനാസ്ഥ ഉണ്ടായി എന്ന ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. കർണാടകയിൽ സാധ്യമായ അതിൻ്റെ എല്ലാ മെഷീനറിയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 3 ദിവസം കഴിഞ്ഞാണ് മൊത്തം ആക്റ്റീവായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 7 ദിവസമായി. ഇപ്പോൾ 4 ദിവസം നമ്മൾ ആഞ്ഞു പണിയെടുത്തു, ഒരു വിവരവുമില്ല എന്ന് വെച്ചാൽ ശരിയാണ്, കുറച്ചുകൂടി നേരത്തെ തുടങ്ങാമായിരുന്നു എന്ന് പറയാം. പക്ഷേ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പം നോക്കൂ, ഇത്രയും ദിവസം എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് നമുക്ക് പറ്റുന്നില്ല. തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാര്യം ഇന്ന് വന്ന ടാസ്ക് 1 കരയിൽ നമ്മൾ നിഷാദെ 90% വിശ്വസിച്ചിരുന്ന കരയിലുണ്ട് എന്നുള്ളതാണ്. അതെങ്കിലും റൂൾ ഔട്ട് ചെയ്തിട്ട് നദിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. 1. അപ്പോൾ കരയിലെ കാര്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നദിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഇതായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം, അതായത് ഇത് നദിയിലുണ്ട് എങ്കിൽ ഇത് ഫുൾ ഓഫ് വുഡ് കട്ട്, അതായത് കട്ട് വുഡാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സൈസിൽ ഉള്ള തടി ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഇത് ലോഡ് ചെയ്ത് ടൈറ്റായിട്ട് ഫുൾ ലോഡായിരിക്കും. അപ്പോൾ അത് ഈ ഇത്രയും ആഘാതത്തിൽ അത് അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വുഡ് പീസെങ്കിലും നദിയിലൂടെ ഒഴുകി നടക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടേണ്ടതാണ്. അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുമാനം എന്തെന്ന് ചോദിച്ചാൽ, അത് സ്കിഡായി നല്ല ഫോഴ്സിൽ സൈഡിലോട്ട് പുഷ് ചെയ്ത് അത് റിവറിൽ തന്നെ അവിടെ തന്നെ ഇതായിട്ട് അതിനുശേഷം അത് മേളിലോട്ട് വീണ്ടും മണ്ണ് വന്ന് അങ്ങനെ അത് മണ്ണിനടിയിൽ തന്നെ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഡിപ്പോസിറ്റ് കൂടി അത് ആ ഡെബ്രി മേളിൽ വരെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആംഗിളിൽ അവർ നേവി വന്നു. നേവിക്ക് സ്കൂബ ഡൈവേഴ്സിന് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ അവിടുത്തെ മണ്ണും ചെളിയും കൂടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു റിവർ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂബ ഡൈവേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാധുനികമായിട്ടുള്ള മെഷീനറിയുടെ ആ ഒരു ഇതൊന്നും അല്ല അതിനകത്ത് വരേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ആലപ്പുഴയിലൊക്കെ കടത്തൊക്കെ ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കടത്ത് എങ്ങനെയാണ് 2-3 വള്ളം മാത്രം വെച്ച് കെട്ടി മോട്ടറും വെച്ചിട്ട് അതേലാണ് ട്രക്കും ലോറിയും വരെ കയറ്റി അപ്പുറത്ത് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് JCB ചെറിയത് അതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അടിയൊഴുക്കൊണ്ട് അപ്പോൾ സൈഡിൽ ടൈ ചെയ്യണം. അതായത് അത് കെട്ടിവെക്കണം എല്ലാ 2 സൈഡ് 4 സൈഡിലും. എന്നിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിയിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം. കാര്യം അവിടെ ഇളക്കി ആ മൺകൂനെ ഇളക്കി ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അത് പ്രത്യേകിച്ചിട്ട് അതൊക്കെ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഓരോ കാര്യമാണ്. പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം ഈ സൈഡിലോട്ടായി. അവർ ഈ ഇതിൽ നേവി സ്കൂബ ഡൈവിങ്ങിനെ ഇറക്കി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമേ നമുക്കറിയുന്നത്. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് ഈ സൈഡിലോട്ടായി എന്നുള്ളത് ശരിക്കും ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം അത് ആദ്യം മുതൽ തന്നെ തുടക്കം പിഴച്ചപ്പോൾ ബാക്കി എല്ലാം പിഴച്ചു എന്ന് വേണം നമുക്കിതിനെ ഈ ഓപ്പറേഷനെ വരാം. അർജുൻ്റെ അയൽവാസിയായ ശ്രീ സ്വപ്നൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സ്വപ്നൻ, 7 ദിവസം ഇപ്പോൾ തെരച്ചിൽ പൂർത്തിയായതിനു ശേഷവും സൂചനകളൊന്നും കിട്ടുന്നില്ല. കാര്യങ്ങൾ ശരിയാം വഴിക്ക് തന്നെ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ടോ? അതോ എല്ലാവരും കൂടി പരിശ്രമിക്കുകയാണ് പക്ഷെ നമ്മുടെ നിർഭാഗ്യം ഒന്നും കാണാനാവുന്നില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു കാര്യം നിർഭാഗ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനൊക്കെ മുന്നേ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ്. നിങ്ങൾ ഈ വിഷയത്തിലെടുത്ത നിലപാട് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. കാരണം ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ഇന്ത്യയിൽ മൊത്തം തന്നെ ഒരു നല്ല രീതിയിലേക്ക്
ഒരു കണ്ണാടിക്കൽ പ്രദേശത്തെ ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് ഈ നാട് മൊത്തം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് ലോകത്തിന് മുഴുവൻ സമ്മാനിച്ച നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം നിങ്ങളെ സേവനം അത്രയും വലുതാണ്. കാരണം ഞാൻ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പമാണ്. കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പമല്ല, ഈ കണ്ണാടിക്കക്കാരുടെ ദുഃഖത്തിനൊപ്പമാണ്. അർജുൻ്റെ സുഹൃത്താണ് ഞാൻ. പിന്നെ അതിനേക്കാൾ ഉപരി അർജുൻ വിവാഹം കഴിച്ചിട്ടുള്ളത് എൻ്റെ മകൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്. അത്രയും ആത്മബന്ധം ആ കുടുംബമായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് അർജുനായിട്ട്. 8 ദിവസമായിട്ട് 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് സാർ ഇതിൻ്റെയൊക്കെ പറയാനുള്ളത്? കാരണം നടക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു മനുഷ്യ ജീവൻ ഇത്രയേ വിലയുള്ളൂ എന്നാണോ കരുതുന്നത്? ഒരമ്മ എത്ര ദിവസമായി തൻ്റെ മകന് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണീരോടും കയ്യോടും കൂടി നിൽക്കുന്നു. എന്താണ് അധികാരികൾ വേണ്ട രീതിയിൽ കണ്ണു തുറക്കാത്തത്? ഞങ്ങളെപ്പോലുള്ള ആളുകൾ കയ്യും മെയ്യും മറന്ന് ഓരോ പ്രദേശങ്ങളിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനും ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനും വേണ്ടിയൊക്കെ മെനക്കെടുകയാണ്. കാരണം വളരെ വേദനാജനകമായി തോന്നുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സംവിധാനം ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ അതിജീവിച്ച ഒരു നാട്ടിലാണ്, കേരളത്തിൽ നിന്നിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കേരളത്തിലെ നമ്മുടെ ഒരു പുത്രനാണ് ഈ ഒരു ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റ അപലപനീയമാണിത്. കാരണം ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ പറയല്ല ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫീലിംഗ്സ് മനസ്സിലാവുന്നുണ്ട് സ്വപ്നൻ. പക്ഷെ നമുക്ക് തുടക്കത്തിൽ ചില പാളിച്ചകൾ പറ്റിപ്പോയി. കേരളത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഇടപെട്ടേനെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ സ്വപ്നരാജ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സാധ്യമായ സംഗതികളെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ NDRF ഉണ്ട്, പട്ടാളമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇവിടുന്ന് തന്നെ കുറേ ആളുകൾ നമ്മൾ ഇവിടുന്ന് അവിടേക്ക് പോയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്ക് എവിടേക്കും എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഇന്ന് ഈ ദിവസം നമുക്ക് എവിടെയാണ് പിഴച്ചു പോകുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉണ്ട് സാർ, അതാണ് എവിടെയാണ് പിഴച്ചു പോകുന്നത് എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് അധികാരികളാണ്. കാരണം അവിടുത്തെ സർക്കാരും മറ്റുള്ള കാര്യങ്ങളും വളരെ കണിശമായിട്ട് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ഇടപെടേണ്ട ഒരു വിഷയമാണിത്. കാരണം ഒരു സാധാരണക്കാരൻ്റെ ജീവനാണ് അവിടെ കുത്തിയൊഴിക്കുന്ന പുഴയിലാണോ ഇത്രയും കാലം ആ മൺകൂനകൾക്കടിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തെരച്ചിലുകളുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകുന്നത്. അത് ഇവിടെ നിന്നുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദത്തിൻ്റെ ആവശ്യം വരുന്നുണ്ടോ സാർ? നാളെ ഏതൊരാൾക്കും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേവി ആൻഡ് സ്കൂബ ടീം ഒക്കെ വന്ന് നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്താണ് പുരോഗതി കൈവരിക്കാൻ പറ്റാത്തത്? അത് ചോദ്യമാണ്. ഈ ആധുനിക കാലത്ത് നമുക്ക് എന്തുകൊണ്ട് പുരോഗതി കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ഞാൻ ഒരു പോയിന്റ് എനിക്കുള്ളത്, നമ്മുടെ കവളപ്പാറയിൽ കേരളത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, ഇടുക്കിയിലെ പുത്തുമലയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യർ മണ്ണിനടിയിലുണ്ട്. നമ്മൾ ടെക്നോളജി കുറേ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഈ ദുരന്തം ഒട്ടും ചെറിയ ഒന്നല്ല. ടൺ കണക്കിന് മണ്ണ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് വന്ന് മറിഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരും പറയുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന ഒന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും അവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ആ കുടുംബത്തിൻ്റെ കണ്ണീരും വേദനയും വിഷമമാണ് മനസ്സിലാക്കേണ്ടത്. ആ കുടുംബത്തിലുള്ള ഒരാളുടെ വിഷമമാണ് ഞങ്ങൾക്കും ഉള്ളത് എന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥരായിരിക്കണം ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അവിടെ സഹായിക്കാൻ തയ്യാറാവുന്ന കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളെ പോലും പിന്തിരിപ്പിച്ച് പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം എങ്ങനെയും പ്രശ്നങ്ങൾ ഇടപെട്ടുകയായിട്ട് പരമാവധി മനുഷ്യ വിഭവം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെയേറെ കഴിവുള്ള മിഷനറീസിന് ചെയ്യാൻ പറ്റാത്തത് കുറച്ച് 4-5 ആളുകൾ ചേർന്നാൽ ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരം പോലും അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ SP റാങ്കിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ടാണ് ഇവിടെ മറ്റുള്ളവർ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ മറ്റുള്ള മനാഫ് അതുപോലുള്ള ആളുകളോടൊക്കെ ഇടപഴകുന്നതിലൊക്കെ വന്നിട്ടുള്ള വളരെ വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. കാരണം ഒരു ഘട്ടത്തിൽ മനാഫിനെ കയ്യേറ്റം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ട് മനാഫ് അവിടെ ചെന്നിട്ടുള്ളത് അവൻ്റെ ലോറി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടില്ല, ആ ഡ്രൈവറായിട്ടുള്ള അർജുൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ വന്ന് നിൽക്കുന്നത്. അവർക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതിനപ്പുറം ഇവരെയൊക്കെ ഒരു ശത്രുക്കളെ പോലെ മാറ്റി നിർത്തിക്കായിട്ട് മാധ്യമപ്രവർത്തകരുടെ വഴിക്ക് അടിച്ചു മാറ്റുന്നത്. നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ ആ പരിസരത്തിൻ്റെ കുറേ അകലേക്ക് മാറ്റുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് അറിയിക്കുന്നതിന് അവിടുത്തെ സർക്കാരും ഭരണകൂടത്തിനും ഒരു വിമുഖത കാണിക്കുന്ന ആവശ്യം എന്താണ്?
കാരണം അത് ജനങ്ങളിലേക്ക് എത്തപ്പെടട്ടെ. അവിടെയുള്ള ഒരു ചാനലുകളും വന്നിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് ചാനൽ ഞാൻ വായിക്കാൻ പറ്റും. കന്നഡ ഭാഷയിലുള്ള ഒരു ചാനലുകളും അവിടെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ കാര്യങ്ങൾ അവിടെ കർണാടക സംസ്ഥാനത്ത് വലിയ രീതിയിലേക്ക് ഒരു ഇഷ്യൂ ആക്കി മാറ്റരുത് എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാവിലെ 6 മണിക്ക് ഒരു ദിവസം കഴിഞ്ഞ 2 ദിവസം മുന്നേ രാവിലെ 6 മണിക്ക് തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയ ആൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം വരുന്നത് പിറ്റേ ദിവസം 9:30 മണിക്ക് ശേഷമാണ്. തികച്ചും നിരുത്തരവാദപരമായ നിലപാടാണത്. ഇത് അംഗീകരിച്ച് പോകുന്നതിന് അംഗീകരിക്കാതിരിക്കുമോ എന്നുള്ളതല്ല വിഷയം. അതിനുള്ളിൽ കിടക്കുന്ന ഒരു മനുഷ്യ ജീവനാണ്. അവൻ്റെ അമ്മയുണ്ട് ഇവിടെ, അതേപോലെ തന്നെ അവൻ്റെ സഹോദരി ഉണ്ട്. കാരണം ഹൃദയം ഉറങ്ങുന്ന വേദനയുമായിട്ടാണ് ആ അമ്മ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാൻ മതിയാവും, അത്രയും വേദനയും വിഷമവും കടിച്ചമർത്തിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് മുറിയുന്ന ആ ഘട്ടത്തിൽ അവരുടെ വാക്കുകൾ ഇടറിപ്പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അത് അവരുടെ ഹൃദയത്തിൻ്റെ താളാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണത്. അത് കണ്ടില്ല എന്നടിക്കാൻ ഏത് ഉദ്യോഗസ്ഥന്മാർക്കാണ് കഴിയുക? പരമാവധി ഊർജ്ജസ്വലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം. സൈന്യം വരണം, സാറേ കട്ട് ചെയ്യരുത്, സൈന്യം വരണം എന്ന് ആവശ്യപ്പെട്ടത് ഫസ്റ്റിലല്ല. അവരുടെ രക്ഷിതാക്കൾ ഭാര്യയും സഹോദരിയും അമ്മയും സൈന്യം വരണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടിട്ടില്ല. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നടക്കണം. അത് നടക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ അവസാന ഘട്ടത്തിലാണ് അവർ സൈന്യത്തിന് ആവശ്യപ്പെടുന്നത്. സൈന്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുകയാണ്. കാരണം എന്താ പറയുക, സൈന്യം വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് നല്ല രീതിയിൽ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സമൂഹത്തിന് മാതൃകയായുള്ള നമ്മുടെ ഇന്ത്യൻ സൈന്യം, അഭിമാനത്തോടുകൂടി ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും പറയാൻ പറ്റുന്നതാണ് ഇന്ത്യൻ സൈന്യത്തെ പറ്റിയിട്ട്. ആ സൈന്യത്തിൻ്റെ പ്രവർത്തനം അവിടെ വളരെ ശുഷ്കമായ രീതിയിലായി പോയി എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചപ്പാടോടെ കാണുന്നത്. കാരണം എന്താണ് കാരണം? സൈന്യം എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനവും മറ്റേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഒരു പാളിച്ച വരുന്ന ഘട്ടത്തിൽ ഇടപെടേണ്ടതാണ് സൈന്യം. ആ സൈന്യം വരുന്ന സമയത്ത് വളരെ എല്ലാ മെഷീനറീസുമായിട്ടാണ് വരേണ്ടത്. ഇവിടെ എന്താണ് ഉണ്ടായത്? ഒരു മെഷീനറീസും ഇല്ലാതെ സൈന്യത്തിലെ കുറച്ച് ആളുകൾ വരുന്നു. അവർ നാളെ ഈ തെരച്ചിൽ നടപടികൾ അവസാനിപ്പിച്ച് പോകും എന്നൊന്ന് ഒരു ന്യൂസ് ചാനലിൽ കാണുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ? ഒരൊറ്റ സമയം കൂടി എടുത്തോട്ടെ, ഞാൻ ലേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, ദയവായി ക്ഷമിക്കുമല്ലോ. ഡോക്ടർ മോഹനൻ പിള്ള, ഇന്നിപ്പോൾ അവരുടെ കുടുംബത്തിന്റെ പ്രതികരണം കാണൂ. സൈന്യം ഒരു മെഷീനറിയും എക്യുപ്മെന്റ്സും ഒന്നും ഇല്ലാതെ വന്ന് എന്തോ ചെയ്തിട്ട് പോയി. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്. സൈന്യം ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിൽ സൈന്യം അവസാനിപ്പിച്ച് പോവാണെന്നാണ്. നിഷാദ്, ഇതിനകത്ത് നമ്മൾ സൈന്യത്തിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. കാര്യം ഞാൻ ചില കേസിൽ പറയുന്നത് മാതിരി കാല് 2 കെട്ടിയിട്ടിട്ട് ഗോൾ അടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ആ സൈന്യത്തിന് അതിൻ്റേതായിട്ടുള്ള അവർക്ക് ഒരു പ്രത്യേക ടാസ്ക് കൊടുത്ത് അതുമാത്രം ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ടീമാണത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഈ സൈന്യം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് മുതൽ അവർ ഇട്ടിട്ട് പോയ അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എയ്ഡ് ടു സിവിൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു മാനുവൽ, ആർമി ആക്ട്, ആർമി റൂൾ മാതിരി ഒരു മാനുവലുണ്ട്. ആ മാനുവൽ അനുസരിച്ചിട്ട് ഈ എക്സ്റ്റേണൽ അഗ്രഷൻ ഒഴികെ ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാവുകയും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചത്, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ SP ഓൺ റിക്വസ്റ്റ് ഒരു റിക്വസ്റ്റ് നിയർ ബൈ ആർമി യൂണിറ്റിൽ കൊടുക്കുമ്പോൾ ബ്രിഗേഡ് കമാൻഡർ ലെവലിൽ താഴെയല്ലാത്ത ഒരാൾ അതിന് കൺസെന്റ് കൊടുക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഇടപെടുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ അത് മാറി ഇതുവരെ അതിനൊരു വ്യത്യാസം വന്നത് എവിടെയാണെന്നറിയാവോ? ബ്യൂറോക്രാറ്റിക് റെഡ് ടേപ്പിസത്തിൽ. കാര്യം ഇവിടെ ഒരു IAS ഓഫീസർ ആ ഡിസ്ട്രിക്റ്റിലെ ഇൻചാർജ് ഉണ്ടെങ്കിൽ ആ IAS ഓഫീസറിന് ആർമിക്ക് റിക്വസ്റ്റ് കൊടുക്കാം ഡയറക്റ്റ്. ബട്ട് ആ IAS ഓഫീസർ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഹയർ അപ്സിന്ന് സാങ്ഷൻ എടുക്കണം, ഹയർ അപ്സിന്ന് വീണ്ടും സാങ്ഷൻ എടുക്കണം. ആ ഒരു ചെയിൻ അല്ലെങ്കിൽ ഹൈറാർക്കി ഫോളോ ചെയ്യുമ്പോൾ ഇവിടുന്ന് റിക്വസ്റ്റ് വന്നിട്ട് വീണ്ടും ആർമിക്ക് റിക്വസ്റ്റ് എടുക്കേണ്ടത് എവിടുന്നാണ്? കൺസെന്റ് എടുക്കേണ്ടത് ഈ ഹൈറാർക്കിയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു 2-3 ദിവസം മുമ്പ് ഒരു സെൻട്രൽ മിനിസ്റ്റർ വന്നിട്ട് പറയുകയാണ് അവിടെ ആർമിയുടെ ഒന്നും ആവശ്യമില്ല. അത് ഹൗ ദ ഹെൽ എങ്ങനെയാ പുള്ളിക്ക് പറയാൻ പറ്റുന്നത് അവിടെ ആർമിയുടെ ആവശ്യമില്ല എന്ന് ഓപ്പണായിട്ട് അങ്ങ് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ നിഷാദെ, അതായത് ഇത്രയും പബ്ലിക്
ക്രൈ ഉണ്ടായപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ജസ്റ്റ് ഒരു കമ്പനിയെ ആർമി വന്നില്ല എന്നുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിനുവേണ്ടി വന്നു എന്ന്. രണ്ടാമത് എക്യുപ്മെന്റ് വന്നില്ല എന്നുള്ളതിന് ജസ്റ്റിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാര്യം ആർമിക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണ്? ആ കരയിലെ മണ്ണ് മൊത്തം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ കൊണ്ടുവരേണ്ട എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. അവർ സ്പെഷ്യൽ എക്യുപ്മെന്റ് മണ്ണ് മാറ്റാനായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ എക്യുപ്മെന്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ആദ്യം 1-2 മാത്രം ഉണ്ടായിരുന്നത് 10, 30, 40 ആക്കേണ്ടത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ഓൾറെഡി ഐ എം സ്ട്രോങ്ലി അഗൈൻസ്റ്റ് ദാറ്റ്. രണ്ടാമത് വീണ്ടും ഞാനിത് ചെയ്യുന്നത് ഒരു താൽമേൽ ഒരു കോർഡിനേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ഓപ്പറേഷൻസ് ആണെങ്കിലും ഏതൊരു ഇൻസിഡന്റ് ആണെങ്കിലും ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരാൾ ഈവനിങ്ങിൽ മീഡിയക്കാരോടും പബ്ലിക്കിനോടും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നടന്നത് എന്താണ്, ഇതുവരെ നടന്നത് എന്താണ്. ഇത് അവിടുന്ന് ഇവിടുന്നുള്ള ഹിയർസേയാ വരുന്നത്. ഹൂ ഈസ് ദ ഇൻചാർജ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ തിങ്സ്? MLA ആണെന്ന് പറയുന്നു. MLA ആണോ ഇത് കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തിട്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ MLA മാത്രം തീരുമാനിച്ചാൽ മതിയല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ MLA പോസിറ്റീവായിട്ട് വന്നാണ് MLA ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് സോ താങ്ക്ഫുൾ ടു ഹിം, ബിക്കോസ് പുള്ളി അത്രയുമെങ്കിലും ആ ആള് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. രണ്ടാമത് ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആ മെഷീനറി കൺട്രോൾ ചെയ്യേണ്ടത്, അത് കൺട്രോൾ ചെയ്യേണ്ട എക്സ്പീരിയൻസ്, ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം, അല്ലാതെ ബുക്കിഷ് നോളജ് ഉള്ളവരാവരുത്. ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഇവിടെ മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ജിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ആ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളിനെ അതിന്റെ ഹെഡായിട്ട് വെക്കും. അപ്പോൾ വെക്കുമ്പോൾ ജിയോളജിസ്റ്റ് തീർച്ചയായിട്ടും വന്നിട്ട് പറയുന്നത് എന്താണ്? മണ്ണ് വീണ്ടും നിങ്ങൾ അവിടെ നിൽക്കരുത്, ഈവനിങ്ങിൽ ഒരു കാരണവശാലും അവിടെ രക്ഷാപ്രവർത്തനം പാടില്ല. അപ്പോൾ സർക്കാർ ഓഫീസ് മാതിരി രാവിലെ 10 മണിക്ക് വരും, 5 മണിക്ക് ക്ലോസ് ചെയ്യും. ഇതാണോ രക്ഷാപ്രവർത്തനം? അവിടെ എന്തുകൊണ്ട് ജനറേറ്റർ വെച്ചിട്ട് ലൈറ്റിംഗ് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം കോൺഗ്രസിന്റെ പാനലിസ്റ്റ് ഒന്ന് പൊക്കോട്ടെ ഡോക്ടർ പിള്ള. അനൂപ്, ഇതിനകത്ത് കർണാടക സർക്കാരിനോട് പല ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടർ പിള്ള ചോദ്യം ഉന്നയിക്കുന്നു, അർജുൻ്റെ അയൽവാസിയായ സ്വപ്നരാജ് കുറേ അധികം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനകത്ത് ഗുരുതരമായ ഇഷ്യൂസ് ഉണ്ടോ അനൂപ്? നിഷാദെ, ആദ്യമായി ഞാനൊരു കാര്യം പറയട്ടെ. ഏതെങ്കിലും തരത്തിൽ കർണാടക സർക്കാരിനെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി ഇന്നിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ തന്നെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സാധ്യമായ തരത്തിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കർണാടക സർക്കാർ ഉത്തരം പറയാൻ നിർബന്ധിതമാകുമെന്ന് KC വേണുഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ തന്നെ സംഘടനാ സ്ട്രക്ചറിലെ ഏറ്റവും ഉന്നത നേതാക്കന്മാരിൽ ഒരാളായ അദ്ദേഹം പറയുകയാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ഇന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കർണാടക സർക്കാരിനെ ന്യായീകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞങ്ങൾ ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ അത് അർജുൻ്റെ കുടുംബത്തോടു കൂടിയാണ്, അർജുൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാണ്. ഈ സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അന്ന് മുതൽ KC വേണുഗോപാൽ ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പിറകിൽ തന്നെയാണ്. ഇപ്പം ഈ സമയത്തും MK രാഘവൻ MP അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്ഥലം MLAയോടൊപ്പം അവിടെ നിൽക്കുകയാണ്. കേരളത്തിലെ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രമേൽ സജീവമായിരിക്കുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാനിലേക്ക് ഇത് വരാനെടുത്തൊരു സമയമുണ്ട്. ഇത് അവിചാരിതമായി സംഭവിച്ച ഒരു ദുരന്തമാണ്. കേരളത്തെ പോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് സംഭവിച്ച ദുരന്തമല്ല, വിജനമായ ഒരു പ്രദേശത്ത് സംഭവിക്കുന്നു. നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് എത്താനെടുത്തൊരു സമയമുണ്ട്. പക്ഷെ നമ്മുടെ ശ്രദ്ധയിലെടുത്തതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്നൊരു ജാഗ്രത, പിന്നെ സ്വാഭാവികമായും അർജുൻ്റെ കുടുംബം അവർ പ്രതീക്ഷാ നിർഭരമായി കാത്തിരിക്കുന്നു. ഓരോ ദിവസവും അവർ അത് കുറച്ച് മുൻപേ ആരംഭിച്ചിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്നൊരു പ്രത്യാശ ആ കുടുംബത്തെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ താങ്കൾ എന്നോട് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത് സജീവമായി ശ്രദ്ധയിൽ വന്ന അന്ന് മുതൽ ഈ പ്രശ്നത്തിൻ്റെ പിറകിൽ സജീവമായി ഉണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ പോലും ഫീൽഡിൽ നിൽക്കുന്നു. ഇന്നുകൂടി KC വേണുഗോപാൽ MP പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡാണ്. ഇവിടെ സംസാരിച്ച പലരും പറഞ്ഞത് എക്സ്പെർട്ട് ഒപ്പീനിയനാണ്. ഇപ്പോൾ എനിക്കോ നിഷാദിനോ ഇതിനെക്കുറിച്ച് സാങ്കേതികമായി പറയാൻ കഴിയില്ല. ഇപ്പോഴും
ഇത് കരയിലാണോ അതോ നദിയിലാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്ത അസന്നിഗ്ധാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ കരയിലെ തിരച്ചിൽ മതിയാക്കി നാളെ നദിയിലേക്ക് പോകുമ്പോൾ നേരത്തെ സംസാരിച്ച വിദഗ്ധൻ പറഞ്ഞതുപോലെ ഇത്ര വലിയ നദിയിൽ എങ്ങനെ അത് സാധ്യമാകുമെന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് ആയിരിക്കാൻ കഴിയുന്നത് അർജുൻ്റെ അമ്മ അവരുടെ ഇന്നത്തെ വാക്കുകൾ അത് വളരെ നമുക്ക് എത്ര ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞാലും, നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലും, അതുമായി താതാത്മ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും, അത് അവർ അനുഭവിക്കുന്ന ഒരു വലിയ വൈകാരികമായ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം ഇപ്പോഴും ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്ന് പോലും അവരെ സംബന്ധിച്ച് ബോധ്യമല്ലാത്ത അവസ്ഥ, മണ്ണിനടിയിൽ ഇത്ര ദിവസം കിടക്കേണ്ടി വരുന്ന അവസ്ഥ, അതിനോടൊക്കെ അനുതാപപ്പെടാൻ മാത്രമേ നമുക്ക് കഴിയൂ എന്നുള്ളതല്ല യാഥാർത്ഥ്യം. സ്പെഷ്യലിസ്റ്റിലേക്ക് വീണ്ടും വരെ. സ്വപ്നരാജ, ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിൽ പൂർണ്ണമാകുമ്പോൾ ആർമി പറയുന്നത് മണ്ണിനടിയിൽ ലോറിയില്ല എന്ന് കണ്ടെത്തുകയാണല്ലോ. അതുകൊണ്ട് നാളെ ഇപ്പോൾ പുഴയിൽ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർമിയുടെ ഫൈൻഡിങ്സിനോട് ഇത് മണ്ണിനടിയിലില്ല എന്നുള്ള കണ്ടെത്തൽ പൂർണ്ണമായും നിങ്ങളും വിശ്വസിക്കുകയാണ്. അവിടുത്തെ അന്വേഷണത്തിൻ്റെ തെരച്ചിലിൻ്റെ സമയം കഴിഞ്ഞു എന്നാണോ നിങ്ങളും വിചാരിക്കുന്നത്, അതോ ഇനിയും അവിടെ സാധ്യതകൾ ബാക്കിയുണ്ടെന്നോ? സാധ്യതകൾ ബാക്കിയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഞങ്ങൾ. കാരണം എന്താ പറയുക, മണ്ണിൻ്റെ അവസാന കണിക വരെ എടുത്തു മാറ്റുക, അർജുനൻ എവിടെയാണോ ഉള്ളത് അത് കണ്ടെത്തുക. ഇനി പുഴയിലാണ് വരുന്നതെങ്കിൽ പുഴയിലും ഒരു ഭാഗം മണ്ണ് നീക്കുന്നതിനും ഒരു ഭാഗം പുഴയിലും പരിശോധന നടത്തട്ടെ. നമുക്ക് വേണ്ടത് വിലപ്പെട്ട ഒരു മനുഷ്യ ജീവനാണ്. അതിന് നമ്മൾ ഒരു ഭാഗത്തെ ഇത് അവസാനിച്ച് കഴിഞ്ഞിട്ട് മറ്റു ഭാഗത്തേക്ക് പോകുന്നതിനൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് ഉള്ളൊരു രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്. നമ്മൾ പല രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയും പരിചയമുള്ള ആളുകൾ, വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘം ഇതിൻ്റെ പിറകെ തന്നെ ഉണ്ട്. അവരെയൊക്കെ വേണ്ട രീതിയിലൊന്ന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടക്കാത്തത്. കാരണം കർണാടക സർക്കാർ എന്ന നിലയ്ക്ക് ആ സർക്കാരിൻ്റെ എല്ലാ അധികാര പരിധികളും ഉപയോഗിച്ചുകൊണ്ട് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല കാണാതെയിരിക്കുന്നത്, അവിടെ ഒരുപാട് പേരെ കാണാതെയായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അവിടെ പ്രദേശത്തുള്ള ആർക്കും ഒരു പരാതി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നമുക്ക് വേണ്ടത് നമ്മുടെ മറ്റുള്ളവരോടൊപ്പം തന്നെ നമ്മുടെ അർജുനെ കൂടെ പുറത്തെടുക്കുക എന്നുള്ളത്. ഞാനിപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാണ് അർജുനൻ തിരിച്ചു വരും, പത്മവ്യൂഹം വേദിച്ച് അർജുനൻ തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. അതിന് വേണ്ട സൗകര്യങ്ങളും സന്നാഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും വഴുകാതെയുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് നമ്മൾ ജോലിക്ക് പോകുന്ന മാതിരി വൈകിട്ട് അവസാനിപ്പിച്ച് പോകേണ്ട ഒരു രക്ഷാപ്രവർത്തനമാണോ നടത്തേണ്ടത്? ഉറക്കമൊഴിച്ചിട്ടും അല്ലാതെയും രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് സന്നദ്ധ പ്രവർത്തകരുണ്ട്, രാജ്യത്ത് മുഴുവൻ ലോകത്തിലുണ്ട്, ഇന്ത്യൻ ആർമിക്കകത്തുണ്ട്. അവരുടെ സേവനങ്ങൾ ഉപയോഗിക്കും. അവിടെ കൃത്യമായിട്ട് രാത്രിയിൽ ഒരു ലൈറ്റ് സംവിധാനങ്ങൾ ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടുണ്ടോ? എന്താണ് അതിന് പറ്റാതെ വരാനുള്ള കാരണം? എന്താണ് ഇതിലൊരു അലംഭാവം കാണുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു മനുഷ്യ ജീവന് വേണ്ടിയിട്ട്, ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ്. നമ്മുടെ ഈ അർജുൻ്റെ അമ്മ ഷീലേച്ചിയെ പോലുള്ള ആളുകളുടെ നെഞ്ചിൻ്റെ അടുത്തുള്ള തീയാണ് അണയ്ക്കേണ്ടത്. ഇവർക്ക് എവിടെ പോയി ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും ഈ പാപക്കറയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആളൊക്കെ നല്ല രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയപ്പോൾ പോലും അതിനെ തടസ്സം നിൽക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കണ്ടത്. പിന്നീട് കലക്ടറെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ആ ബാരിക്കോഡ് നീക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധമായിട്ട് ആരൊക്കെ വരുന്നു അവർക്ക് അതിനുള്ള മാർഗം മുന്നോട്ട് നീക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിനാണ് ഊന്നൽ നൽകേണ്ടത്. അവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇത് കുറ്റപ്പെടുത്തുകയല്ല, ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ദ്രുതഗതിയിൽ നടത്തണം. ഈ രാത്രി നിർത്തിമ്പോൾ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർ 8 മണിക്കോ 9 മണിക്കും നിർത്തി പോകേണ്ട ഒരു രക്ഷാപ്രവർത്തനം. 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ശ്വാസം മുട്ടി അവിടെ നിൽക്കേണ്ട ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ഓക്സിജനും മറ്റുള്ള കാര്യങ്ങൾ കിട്ടണം. അയാളൊന്ന് പുറത്തേക്ക് വരണം. ഇനി വെള്ളത്തിൻ്റെ അടിയിലാണോ എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല. വെള്ളത്തിനടിയിലല്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ദുരന്തം നടന്നതിന് ശേഷം ഈ പറയുന്ന അർജുനൻ്റെ മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ അർജുൻ്റെ സഹപാഠി കൂടെ ജോലി ചെയ്യുന്ന ഡ്രൈവർ വണ്ടി തിരിച്ചു പോകുമ്പോൾ ഏകദേശം 8:15 സമയത്തോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തിരിച്ചു പോകുമ്പം അർജുൻ ആ വണ്ടി കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മൊബൈൽ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് മൊബൈൽ ഇത് പുഴയിലേക്ക് പോയിട്ടുണ്ടാവില്ല എന്നുള്ളത്. നമുക്ക് അത്ര സാങ്കേതിക പരിജ്ഞാനങ്ങളും വലിയ ഇതുള്ള ആളുകളൊന്നുമല്ല. അതിന് കഴിവുള്ള ആളുകളുണ്ട്, അവരാണ് ഇത് കണ്ടെത്തുന്നത്. ആർക്കിയോളജി വിഭാഗങ്ങൾ അതുപോലുള്ള ആളുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്യാമറകളുണ്ട്. പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റേ
ടൈറ്റാനിക് മുങ്ങിപ്പോയാൽ അതുവരെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക കടലിൻ്റെ അടിയിൽ കൂടെ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യ വളർന്നു വരികയാണ് സാർ. ഈ വളർന്നു വരുന്ന ഇന്ത്യയിൽ ഒരാൾ 8 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ലാതെ നിൽക്കുകയാണ്, അതൊരു സംസ്ഥാനത്ത്. ഇത് ആരോടാണ് സാർ പറയേണ്ടത്? ഇതിനൊരു പരിഹാരം എവിടെയാണ് കിട്ടുക? ഈ അർജുനൻ എന്ന് പറയുന്ന വ്യക്തിയെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അതിൽ ഒരു അമാന്തവും പാടില്ല. ഇതുവരെ വന്നിട്ടുള്ള വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കപ്പെടണം, വീഴ്ചകൾക്ക് അറുതി വരണം. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ്, ദുരന്തങ്ങൾ രാജ്യത്തുണ്ടാവും, സമൂഹത്തിലുണ്ടാവും. അതിനെ നേരിടാൻ അവിടുത്തെ സർക്കാർ സജ്ജമാവണം. കൃത്യമായ ഉണ്ടാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല എന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ്റെ കുടുംബം, അമ്മയും സഹോദരിയും അടക്കമുള്ള ആള് പട്ടാളത്തെ നേവീനെ വിളിക്കണം എന്നാവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട സാറിന് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിൽ നിന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഒരു പരാമർശങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല. കേരളത്തിൽ നിന്ന് ഇവിടെ ജയിച്ചു പോയിട്ട് 18 MP നമുക്കുണ്ട്, ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ട്. ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്രോതസ്സുകൾ ഒരുപാടാണ് സാർ. എന്താണ് ഇവരൊന്നും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കാത്തത്? അങ്ങേയറ്റം നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം, കോഴിക്കോട് MP ആയിട്ടുള്ള രാഘവേട്ടൻ അവിടെ പോയി എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ കർണാടക MLA ഒരു നല്ല രീതിയിലുള്ള ഇടപെടൽ സ്റ്റാർട്ടിങ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അവിടെ ഒരു കുറച്ച് സന്നദ്ധ സേനാ അംഗങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അവരുടെ അഭിമുഖം ഞാൻ TV വൈകിട്ട് കണ്ട്. അവരെന്താ പറയുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഈ അർജുനെ പുറത്തെടുക്കുകയാണെങ്കിൽ ഇവർ ഇനി മറ്റേ സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങിയായിട്ട് കളക്ടറുടെ അടുത്ത് നിന്ന് കന്നഡയിൽ ടൈപ്പ് ചെയ്ത് സമ്മതപത്രം വാങ്ങി ഹാജരാക്കിയിട്ടൊക്കെ രക്ഷാപ്രവർത്തനം ഇറങ്ങും ഇന്ന് വൈകിട്ടത്തെ റിപ്പോർട്ടിൽ വന്നതാണ്. ഇതൊക്കെ എന്താണ് സാർ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ എല്ലാം മറന്ന് അവിടെ എത്തിപ്പെട്ട കുറച്ച് ആളുകളുണ്ട് സാർ. ഇന്നും അവിടെ ആളുണ്ട്. ഒന്നും അറിയാതെ ഒരു വണ്ടിക്കകത്ത് 2 ചാക്ക് അരിയുമായിട്ട് അവർ പറഞ്ഞതാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള ന്യൂസിൽ ഞാൻ കേട്ടതാണ്. ഒരു ചാക്ക് അരിയുമായിട്ട് ഒരു വണ്ടി നിറച്ച് ആളുകൾ രക്ഷാപ്രവർത്തനം അവിടെ എത്തിയപ്പം അവർക്ക് വേണ്ട സൗകര്യം പോലും ചെയ്തു കൊടുക്കാതെ നിൽക്കുന്നത് ഒരു ഉദാസീനതയാണ് സാർ. അല്ലാതെ ആ സംസ്ഥാനത്തെയോ ആ സർക്കാരിനോ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ്. ടെക്നോളജിയും മനുഷ്യന്മാരും ഒക്കെ ഇത്രയും മുന്നോട്ട് പോയിട്ടും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ലോകത്ത് പലയിടത്തും അവൈലബിൾ ആയിരിക്കുമല്ലോ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമല്ലോ. അവയൊന്നും പ്രയോജനപ്പെടുത്താതെ പരമ്പരാഗത മാർഗത്തിൽ കുഴിച്ചു നോക്കുക മാത്രം ചെയ്യുന്നു എന്ന വിമർശനത്തെ എങ്ങനെയാണ് എടുക്കുന്നത് താങ്കൾ? നിഷാദ്, 2-3 ചോദ്യങ്ങൾ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഒന്ന്, നമ്പർ 1, ബോർഡറിൽ ഇന്ത്യൻ ആർമി ഒരു ട്രക്ക് അല്ലെങ്കിൽ 2 ട്രക്ക് ട്രൂപ്സ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്ക അപ്പോൾ തന്നെ വാണിംഗ് കൊടുക്കും, ഇന്ത്യൻ ട്രൂപ്സ് പാകിസ്ഥാൻ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു, നാസയുടെ സാറ്റലൈറ്റ് ഐഡന്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അവർ ഐഡന്റിഫൈ ചെയ്യും, അവരുടെ ടെക്നോളജി അതാണ്. ഇവിടെ നമുക്കുണ്ട് ഇസ്രോ. അതായത് നമ്മൾ അങ്ങേയറ്റം അഭിമാനപ്പെടുത്തുന്ന ഇസ്രോ, ഇന്ത്യയുടെ ഫോട്ടോഗ്രാഫി അവരുടെ പിക്ചറാണ് നമുക്ക് തരേണ്ടത്. ഇതിനു മുമ്പുള്ള ഈ പിക്ചേഴ്സ് അതവരെന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല? അതവർ തരുമെന്ന് പറയുന്നതല്ലാതെ എന്താണ് നമുക്ക് പറ്റിയിരിക്കുന്നത്? കാരണം അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, 100% ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമ്മൾ അതീവ രഹസ്യമായിട്ടുള്ള ട്രൂപ്പിന്റെ മൂവ്മെന്റ് ആണ് ബോർഡറിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, ശത്രു രാജ്യത്തിന് അറിയാൻ വയ്യാത്ത രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ അമേരിക്കയും അതുപോലെ ചൈനയും അത് ഡിറ്റക്ട് ചെയ്യുന്നു. എങ്ങനെ? അവിടെയാണ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്. ഇന്ത്യ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിഷാദ് ഒരു ഹൈഡ്രജൻ ബലൂൺ തന്നെയാണ്. അതായത് ജസ്റ്റ് നാഷണൽ പ്രൈഡ് കൊണ്ട് സ്വെല്ല് ചെയ്തിരിക്കുകയാണ്, ഒന്നുമില്ല. റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്, എനിക്കൊരു നോർമലായിട്ട് നിഷാദ് നിഷ്കളങ്കമായി ചോദിച്ചതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. സാധാരണഗതിയിൽ ഒരാളിൻ്റെ മൊബൈൽ ഫോൺ പോയാൽ ആ സിമ്മിൻ്റെയോ IP നമ്പറോ വെച്ചിട്ട് ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത ടെലഫോണിൻ്റെ ലൊക്കേഷൻ ഏതാണ്ട് 1 മീറ്റർ അല്ലെങ്കിൽ 2 മീറ്ററിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് അതായില്ല? അതൊരു ചെറിയൊരു രീതിയല്ലേ? ആ മൊബൈൽ റിങ് ചെയ്തു, ലാസ്റ്റ് റിങ് ചെയ്തപ്പോൾ അതിൻ്റെ IP പൊസിഷൻ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, ഞാൻ നിഷ്കളങ്കമായിട്ട് നിഷാദ് ചോദിച്ചത്, അതായത് നമുക്ക് പറയുവാൻ മാത്രം പറ്റും. കാരണം വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണ്ടും പരമ്പരാഗതമായിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ വന്നിരിക്കുന്നു. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിക്ടിം അല്ലേ നമ്മളിപ്പോൾ ഈ 2-3 ദിവസം അനുഭവിക്കുന്നത്? വിൻഡോസ് ഡൗൺ ആയപ്പോഴേക്കും എല്ലാ എയർപോർട്ടും ലൈനും എത്ര ഫ്ലൈറ്റാണ് ക്യാൻസൽ ചെയ്തത്? അപ്പോൾ നമ്മൾ ആ രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു എൻഡില്ല.
പിന്നെ ഇതിനകത്ത് വരുന്ന ഒരേ ഒരു കാര്യം, ഈ ഡിസാസ്റ്റർ പോളിസിയെ പൊളിച്ചെഴുതി. അതായത് അർജുന്റെ അയൽവാസി പറഞ്ഞത് എത്ര കൃത്യമാണ്. ഇതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ ഐഡന്റിറ്റി കാർഡ് കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. വില്ലിംഗ് ആയിട്ടുള്ള ആർക്കും, ഒരു ഗ്രൂപ്പിന്, ആർക്കാണ് അത്? ഇന്ത്യയിൽ ഇത്രയധികം സ്വാതന്ത്ര്യമുള്ളവർ ആർക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? ആരുടെയും കർണാടക ഗവൺമെന്റിന്റെ ജോലി തട്ടിയെടുക്കാനല്ലോ നമ്മൾ പോയത്, അവരുടെ ഓപ്പർച്യൂണിറ്റി തട്ടിയെടുക്കാനല്ലോ നമ്മൾ പോയത്. നമ്മളുടെ ഒരു സഹോദരനെ രക്ഷിക്കുവാനായിട്ട് പോകുന്നതിന് അതിന് ഗവൺമെന്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നിഷാദ്. പിന്നെ എനിക്കിതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഇന്ത്യൻ ജനതയുടെ ഒരു അവസാനത്തെ അത്താണി എന്ന് പറയുന്ന ഇന്ത്യൻ ആർമി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോളിസി ഒന്ന് പൊളിച്ചെഴുതി ഇന്ത്യൻ ആർമിയുടെ ഏരിയ, അതായത് റെസ്പെക്റ്റീവ് ഏരിയയിലുള്ള കമാൻഡേഴ്സിനെ ഈ എക്സ് ഒഫിഷ്യോ ആയിട്ടെങ്കിൽ പോലും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മെമ്പറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയുള്ള ഇൻസിഡന്റിൽ ഈ മേളിൽ നിന്നുള്ള ഉത്തരവ് കാത്തിരിക്കാതെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കേണ്ട ആ സമയം എന്നേ കഴിഞ്ഞിരിക്കുകയാണ്. അവരത് ചെയ്യണം. അത് ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ആരുടെയും കുഴപ്പമല്ല. അത് ആർമിയെ ബ്ലെയിം, ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ ബ്ലെയിമിങ് ആർമി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തരുന്ന ടാസ്ക് ഒരു എക്സ്ട്രാ, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നിഷാദെ അവിടെ ഉണ്ടായിരുന്ന ആർമിയിലെ രണ്ടു പേര് വെള്ളത്തില് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സെർച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിനോട് തീർച്ചയായിട്ടും ചോദിക്കും, ഈസ് ദിസ് യുവർ ടാസ്ക്? അത് നിങ്ങളുടെ ടാസ്ക് ആണോ? അലോട്ടഡ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾ ലൈവ് വന്നതല്ലേ? എവിടുന്നാണ് റിപ്പോർട്ട് വന്നത്? ബാംഗ്ലൂരിൽ നിന്നാണ് പറഞ്ഞത് സൈന്യം ഉറപ്പിച്ചു. എന്തുറപ്പിച്ചു? അവിടെ കരയിൽ ഡെബ്രിയുടെ അടിയിൽ ലോറി ഇല്ല എന്ന്. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ ഡിലേ, അതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്ന ഈ റെഡ് ടേപ്പിസം, അത് ഒഴിവാക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു. ബഡ്ജറ്റ് വരുന്നു. ബഡ്ജറ്റിൽ NDRFന് വേണ്ടി, അതുപോലെ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സിന് വേണ്ടി എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഈ ലേറ്റസ്റ്റ് എക്യുപ്മെന്റിന് വേണ്ടി എന്ത് പ്രൊവിഷൻ ഉണ്ടാകും? ഇതെല്ലാം പറഞ്ഞ് പ്രതിഫലിപ്പിച്ച് വളരെ നല്ല രീതിയിലാണ് എന്ന് വരുത്തുന്നതാണ്. നമ്മളുടെ ശരിയാണ്, ഹൈവേകൾ വേണം, വേണ്ട എന്ന് പറയുന്നില്ല. ഹൈവേ വേണം, സെക്യൂർഡ് ഹൈവേസ് ആയിരിക്കണം. ചുമ്മാത് കൺസ്ട്രക്ഷൻ മാത്രം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ട് ഞങ്ങൾ 5000 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഉള്ളത് ക്ലിയർ ആയിട്ട് ചെയ്യണം. ചെയ്ത് കാണിച്ചിട്ട് അതിന് ലൂപ്പോൾസ് ഉണ്ടാകുമ്പോൾ അതിന്റെ പേരിൽ ആരും പിന്നെ അതിനെ കുറിച്ചിട്ടൊരു ഓഡിറ്റേ ഇല്ല. ഇത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യും നിഷാദെ, ഒരാഴ്ച 2 ആഴ്ച, ഈ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് രാത്രി തെരച്ചിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ തന്നെ ഉണ്ട് ഒരു സമീപന പ്രശ്നം എന്നാണ്. തീർച്ചയായിട്ടും കാരണം അതാണ് ആദ്യം മുതലുള്ള ഒരു സംശയം. കാര്യം ഒരു മനുഷ്യ ജീവനാണ്. ഞാനൊന്ന് അനൂപിനോട് ചോദിച്ചോട്ടെ ഡോക്ടർ പിള്ള. അനൂപ്, ഈ അവിടുത്തെ തെരച്ചിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിനാണല്ലോ. നമ്മൾ നോക്കുമ്പോൾ അവിടെ രാത്രിയിൽ തെരച്ചിലില്ല എന്ന പ്രശ്നം ഒരുപോലെ ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ സമീപന പ്രശ്നമുണ്ട്. രാത്രിയാകുമ്പോൾ ഇനിയിപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ പവർ ജനറേറ്റർ ഒന്നും കൊണ്ടുവന്ന് തടയാനും മാത്രമുള്ള ഗൗരവം കൊടുക്കുന്നില്ല എന്ന്. തീർച്ചയായും അത്തരം വിമർശനങ്ങൾ അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയാണ്. ഇതിനകത്ത് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നൊരു സമീപനം ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കില്ല. ഞാൻ വളരെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കേരളത്തെ സംബന്ധിച്ച് KC വേണുഗോപാലിനേക്കാൾ വലിയൊരു കോൺഗ്രസ് നേതാവില്ല. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി രഹസ്യമായല്ല, ഒരു ഇൻഡോർ ചർച്ചയ്ക്കകത്തല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കർണാടക സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. പ്രതിപക്ഷ നേതാവും പറഞ്ഞു കഴിഞ്ഞു, ഈ കാര്യത്തിൽ കർണാടക സർക്കാരിനെ ന്യായീകരിക്കുക എന്നതല്ല ഞങ്ങളുടെ പൊസിഷൻ. നേരത്തെ സംസാരിച്ച അർജുൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞു, MK രാഘവൻ MP അവിടെ എത്തിയതിന് ശേഷമാണ് കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം MLAയോടൊപ്പം അവിടെ നിന്നുകൊണ്ട് അത് നേർത്തു നൽകുന്നുണ്ട്. പിന്നെ കേരളത്തിലെ സാഹചര്യവുമായി കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകുന്ന മുൻകൈകൾ, അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ കർണാടകയുടെ അവസ്ഥയെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സാധ്യമായ നേരത്തെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന വിമർശനങ്ങളടക്കം അവിടെ
ഉന്നയിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ തുറന്ന, നമ്മൾ പ്രാഥമികമായും അവസാനമായും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അർജുനൻ്റെ അമ്മയോടൊപ്പമാണ്, അർജുനൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അതിലുപരി ഇത്തരം ഒരു ചർച്ചയിൽ നിന്നുകൊണ്ട് കർണാടക സർക്കാർ എല്ലാ തരത്തിൽ 100% എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ള ഒരു അവകാശവാദവുമില്ല. ഇത്തരം കാര്യങ്ങൾ ഈ സമയം ഇവിടെ ഉയർന്ന പ്രശ്നങ്ങൾ പോലും പരിശോധിക്കപ്പെടും. അത് ബന്ധപ്പെട്ട നേതൃത്വം ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നുള്ള കാര്യം വളരെ ആധികാരികമായി ഈ ചർച്ചയിൽ പറയാൻ എനിക്ക് കഴിയും. ശരി, എന്തായാലും വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാൻ കഴിയും വിധത്തിലുള്ള ഒരു മോണിറ്ററിംഗ് കൂടി ഉണ്ട് എന്നാണ്. സ്വപ്നരാജ ഇപ്പം നാളെ മുതൽ എന്തായാലും പുഴയിൽ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് പോവുകയല്ല, മറിച്ച് ഇനി പുഴയിലാണുള്ളതെന്ന് സംശയമുണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കാം എന്ന് തീരുമാനിക്കുന്നു. അവിടെ എന്താ പറയുക, തെരച്ചിൽ നടത്തുന്നതിന് പ്രവർത്തിക്കുന്നതിന് ആധുനികമായ മെക്കാനിസം മിഷനറി ആവശ്യമുണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്നൊരു ശരിയാണ്, സ്നേഹം കൊണ്ടും വൈകാരികത കൊണ്ടും ഇവിടുന്ന് പോയ കുറേ പേരുണ്ട്. അവരെ എല്ലാവരെയും കൂടി ചേർത്ത് തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടും അല്ല, അതൊന്നും കൂടി നമ്മൾ മനസ്സിലാക്കുകയും വേണ്ടേ? ഓക്കെ, ഹലോ എസ് ഹലോ എസ് കേൾക്കുന്നു ഞാൻ. എന്താ ഈ ചാനൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു, എന്നെ സംബന്ധിച്ച് മനസ്സിന് ഒട്ടേറെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അർജുനന് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയല്ലോ. ഇത് ഒരു പോസിറ്റീവായിട്ട് നാളെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇത് നല്ലൊരു മാതൃകയായിട്ട് നാളെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, കാരണം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അതിന് ബില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അവർക്ക് ബോഡി കരുത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ, മത്സ്യത്തൊഴിലാളികളാണ് പോയത് സംശയമുണ്ട്. അവരെപ്പോലുള്ള ആളുകൾ കടലിൻ്റെ അകത്ത് മുങ്ങിക്കുളിച്ച് നടക്കുന്ന അവരെപ്പോലുള്ള ആളുകളെ കൊണ്ട്, കാരണം മനുഷ്യവിഭവം ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരൊറ്റ ഉത്തരത്തിലേക്കാണ്. കാരണം അർജുൻ എന്ന വ്യക്തിയെ നമുക്ക് വീണ്ടെടുക്കണം. അർജുൻ നാളെ കണ്ണാടിക്കൽ അവൻ്റെ വീട്ടിലെത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മളെല്ലാവരും ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇത്ര ഊർജ്ജസ്വലമായിട്ട് ഈ ചർച്ചകളിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നത്, മറ്റുള്ളവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാം ഇതിനു വേണ്ടി. അല്ലാതെ ഒരു സർക്കാരിനെയും ആരെയും മോശക്കാരനാക്കാനോ വിമർശിക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വലിയ ഇതാക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ആ ഒരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ രക്ഷാപ്രവർത്തനമെങ്കിലും തുടർച്ചയായിട്ട് സമയബന്ധിതമായിട്ട് ഒരു തടസ്സവുമില്ലാത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തടസ്സം കോലാഹലങ്ങളും ഇല്ലാതെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അർജുനെ, അതായിരിക്കണം നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം നമ്മൾ കാണിക്കുന്ന അർജുനെ വീണ്ടെടുക്കണം, അവനെ കുടുംബത്തിലെത്തിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസത്തിനൊപ്പം നിൽക്കാൻ കർണാടക സർക്കാർ ഒന്ന് തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവിടുത്തെ പോലീസ് സംവിധാനം ഒന്ന് ദയവ് ചെയ്തിട്ട് മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നല്ലൊരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് കളക്ടർ അടക്കമുള്ള ആളുകൾ, SP അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിലൊന്ന് വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആണ് SP എന്ന് പറയുന്ന ആൾ, അതേപോലെ കളക്ടർ എന്ന് പറയുന്ന ആൾ. അവർക്കൊക്കെ മനുഷ്യ ജീവൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. ഒരു സാധാരണക്കാരുടെ ജീവനും പണക്കാരും സാധാരണക്കാരൻ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവനും ഒരേ വിലയാണ് എന്നുള്ള ബോധത്തിൽ കർണാടക സർക്കാർ കുറച്ചുകൂടി ആത്മാർത്ഥമായും മറ്റുള്ള ആളുകളെ കൂടെ പ്രായോഗിക സ്വഭാവത്തിലും ഇടപെടണമെന്ന ആവശ്യം കൂടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും അർജുന്റെ ജീവന് വേണ്ടിയുള്ള രക്ഷാദൗത്യത്തിന് വിജയം കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഡോക്ടർ മോഹനൻ പിള്ള, സ്വപ്നരാജ്, ഒപ്പം VR അനൂപി ചർച്ചയിൽ പങ്കെടുത്തത്.